ഞാൻ പറയാൻ പോകുന്ന കാര്യം പെറ്റ് പാരന്റ്സിന് ചിലപ്പോൾ മനസ്സിലാകും. മെലഡിക്ക് കൂട്ടിരിക്കാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് ഇറങ്ങിയതാണ് ഞാൻ. അച്ഛനും അമ്മയും കാശ്മീരിലാണ്. ജസ്റ്റ് ചില്ലി. തീർത്തേച്ചിക്ക് ട്രിവാൻഡ്രത്തൊരു കല്യാണമുണ്ട്. വീട്ടിലാണെങ്കിൽ മെലഡി ഒറ്റയ്ക്കും. ഞാൻ ചെല്ലുമ്പോൾ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെയാണ് എന്റെ അടുത്തേക്ക് ഓടി വന്നത്. എന്നെ കണ്ടതും ഒന്ന് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് എന്നെ സോഫയുടെ അടിയിൽ പോയി ഒളിച്ചു. പാവം, എന്നാലും പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പതിവില്ലാതെ റൂമിൽ യൂറിൻ പാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ ഒറ്റയ്ക്കിട്ടിട്ട് പോയതുകൊണ്ട് ഞാൻ വഴക്കൊന്നും പറയാൻ നിന്നില്ല. ഇതിപ്പോ ക്ലീൻ ചെയ്ത് കഴിയുന്നവരെ ആളനങ്ങില്ല. തന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് തോന്നിയ പിന്നെ ഇങ്ങനെയാ. ട്രാവലിംഗ് ആയിരുന്നുകൊണ്ട് ഇന്നലത്തെ ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല. അവളും പേടിച്ചിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിക്കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചു നേരം കൂടെ അങ്ങ് ഉറങ്ങിയേക്കാന്ന് കരുതി. നിങ്ങൾ എപ്പോഴെങ്കിലും ആരുമില്ലാത്ത വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഡോണ്ട് എവർ ട്രൈ. ഭയങ്കര ഇമോഷണൽ വെയിറ്റ് ഉള്ള സിറ്റുവേഷൻ ആണ്. മെലഡിനെ കെട്ടിയിട്ടില്ലെങ്കിൽ തണുപ്പ് കൂടുമ്പോൾ അവള് ബെഡിലേക്ക് കയറി കിടക്കും. 10 മണിയായി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വിളിക്കാൻ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എഴുന്നേക്കുന്നത് പിന്നെ 11 മണിക്ക്. മെലഡിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയാണ്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ സ്റ്റോക്ക് ഇല്ല. ഈ തവണ ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ഉച്ചയ്ക്ക് കാണില്ല, അതുകൊണ്ട് ചോറ് എന്തായാലും വെക്കണം. അപ്പൊ പിന്നെ ലഞ്ചിന് ചിക്കനും ചോറും തട്ടിക്കൂട്ടാന്ന് കരുതി. ഇട്ടിട്ട് വന്ന ഡ്രസ്സും തിങ്സും ഒക്കെ അപ്പൊ തന്നെ കഴുകിയിടാൻ കൊണ്ടുപോയി. കാരണം രാത്രി പോകുന്നതിന് മുമ്പ് എനിക്കെല്ലാം ഡ്രൈ ആയി കിട്ടണം. ഇതാണ് ആക്ച്വലി മെലഡിയുടെ റൂം. എന്റെ കൂടെ മേളിലോട്ട് കയറി വന്നപ്പോ ആശാൻ അതിനടിയിൽ കയറി വിളിച്ചു. അതിനിടയ്ക്ക് എന്റെ മേക്കപ്പ് കിറ്റ് ഒന്ന് താഴെ വീണു. ഹൈലൈറ്റർ ബോട്ടിൽ ഹുദാ ഹവ. ആവേശം മാറ്റാൻ ഞാൻ എന്റെ ഡ്രസ്സ് അധികം അങ്ങെടുത്ത് വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് കടയിൽ പോയി കുറച്ച് തിങ്സ് വാങ്ങിച്ചിട്ട് വന്ന് ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഉറങ്ങി. തീർത്തേച്ച് യൂഷ്വലി ഹോസ്പിറ്റലിൽ വരുന്ന ടൈം ആയപ്പോ മെലഡി വിൻഡോയുടെ അടുത്ത് ചെന്നിരുന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. എന്റെ റിട്ടേൺ ബസ് 12 മണിക്കായിരുന്നു. ഒരു 11 കഴിഞ്ഞപ്പോ എന്നെ ഡ്രസ്സപ്പ് ചെയ്ത് കണ്ടപ്പോ അവൾക്ക് കാര്യം മനസ്സിലായി. രാവിലെ തീർത്തേശി വരും എന്നൊക്കെ പാമ്പർ ചെയ്ത് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഇറങ്ങാൻ നേരത്ത് ബഹളമൊന്നും ഉണ്ടായില്ല. എന്നോട് തെറ്റി മിണ്ടാതെ കിടക്കുന്നതാണ് ഈ കാണുന്നത്. അവളെങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ അവളെക്കാൾ വിഷമം നമുക്കാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ.